നമ്മളിതിക്ക് ഇങ്ങനെ ഈ പഴയ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് നസീർ സാറിന് പൊറോട്ട മേടിച്ചു കൊടുക്കും എന്തോ ചെയ്തു. അതെ അതെ. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്വീകരണം കഴിഞ്ഞ പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ അടുപ്പമായി. അപ്പം ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു അപ്പച്ചൻ കൂടി ഇരിക്കട്ടെ പ്രസംഗിക്കാൻ പോകുമ്പോഴോ. അപ്പോൾ രാവിലെ തൊട്ട് പ്രസംഗിച്ച് ഒരു 11 മണിയായിട്ടും ഒന്നും കൊടുക്കുന്നില്ല, ചായയില്ല കാപ്പിയില്ല ഒന്നുമില്ല. അപ്പം തോട്ടപ്പള്ളി ഇങ്ങോട്ട് പോരുമ്പോൾ എന്നോട് പറഞ്ഞു അപ്പച്ചൻ അറിയാമല്ലോ എന്നെ ഉദയസ്റ്റുഡിയോയിൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നതും തരുന്നതൊക്കെ. രാവിലെ അത് കഴിഞ്ഞ് ജ്യൂസ്, അത് കഴിഞ്ഞ് പിന്നെ ടിഷ്യൂ പേപ്പർ ഇട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് അത് കൊടുത്ത് അങ്ങനെ എല്ലാം നോക്കി ഒരു രാജാവിന് കൊടുക്കുന്ന കണക്കാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞു പറഞ്ഞു, ചായ പോലും തന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. വളഞ്ഞ വഴി ഒരു ഇക്കയുടെ കടയിൽ ഞാൻ പറഞ്ഞു നസീർ സാറാണ് വണ്ടിയിലിരിക്കുന്നത്, അതുകൊണ്ട് പൊറോട്ട ഇല്ലല്ലോ ഇതാരാണപ്പോൾ നമ്മുടെ കടയുടെ വാക്ക് വന്നിരിക്കുന്നത് പറഞ്ഞ് പുള്ളി ഓടി വരിക സാധനമൊന്നും എടുക്കാതെ. ഇവിടെ വന്ന് നസീറിനെ കണ്ടെന്ന് തോന്നിയിട്ട് പറഞ്ഞു പടച്ചോരെ ആരും ഇവിടെ കൊണ്ടുവന്നത്, അതൊക്കെ ഇരിക്കട്ടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ. അയ്യോ എന്ത് വേണേ അപ്പോൾ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് 2 പൊറോട്ടയും വളഞ്ഞ പച്ചപ്പഴവും ഒരു ചായയായിട്ട് കൊണ്ടുവന്നു. ഇത് കൊടുത്ത് കഴിച്ചപ്പോൾ എന്ന് പറഞ്ഞു സ്വർഗം കിട്ടിയ പോലെ ഉണ്ട് അപ്പച്ചാന്ന്. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പച്ച പൈസ കൊടുത്തേക്കാൻ പറഞ്ഞ. പടച്ചോനെ എന്തിന് പൈസ, പടച്ചോനെ കാണിക്കാനെങ്കിലും കൊണ്ടുവന്നില്ല ഇവിടം വരെ, നമുക്ക് പൈസ ഒന്നും വേണ്ട ഇനിയും വരണമെന്ന്.